രാവിലെ തന്നെ ഇറച്ചിയുടെ ചുരുമാണൊക്കെ കേട്ടപ്പോ തന്നെ കാക്കയുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും അതേപോലെ നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ അവിടേക്കുള്ള ആൾക്കാരെയും വിളിച്ചു വരുത്തുമെന്ന് അറിയില്ല, എന്താന്ന് അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഒരു ബീഫ് മേടിച്ചതാട്ടോ കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും സുഖം. ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പൊ രാവിലെ അമ്മ അതാ ബീഫൊക്കെ മേടിച്ചു തന്നിട്ട് അമ്മയ്ക്ക് ഇതൊരു മീറ്റിംഗ് ഉണ്ട്, ജാഥ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പുറപ്പെട്ട് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയും കഴിഞ്ഞിട്ട്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇതിൽ മല്ലിക്കട്ടേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ബേജാറായിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പൊ പിന്നെ ആരെ കാത്തിരിക്കണത്? അമ്മ ഇനി എപ്പോഴാ വരികയെന്നൊന്നും നമുക്ക് ഒരു പിടിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മളത് നുറുക്കിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തു കേട്ടോ. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 കിലോ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെന്തായാലും ഒക്കെ എന്താ അങ്ങനെ വെട്ടി കൊണ്ടുവന്നിരിക്കുകയായിരുന്നു കേട്ടോ. കഷ്ണം വെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പിന്നെ കഷ്ണൊക്കെ വെട്ടിയെടുത്തത് കേട്ടോ. അപ്പോഴത്തേനും കുട്ടിക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് അവളെ മേലൊക്കെ കുളിപ്പിച്ചിട്ട് അവളെ അവിടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഷ്ണൊക്കെ വെട്ടി പിന്നെ ഞാൻ അതിന് മുന്നേ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ. എന്നാൽ പിന്നെ നമ്മളിത് വെട്ടായിരിക്കണ സമയം കൊണ്ട് അരി അവിടെ കടന്ന് വെന്തോളൂല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഞാൻ പിന്നെ വേഗം അരിയൊക്കെ അടുപ്പത്തിട്ടു. ചായയും കഴിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോട്ടോ. അപ്പൊ പിന്നെ ചോറ് അവിടെ വെന്ത് കിടന്നാൽ പിന്നെ ഒരു സമാധാനമല്ലേ. നമ്മളിത് അരിഞ്ഞു വരുമ്പോഴത്തേനും ചോറ് വേവുമായ ചോറ് വാർത്ത് വെച്ചിട്ട് ബാക്കിയുള്ള അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഒക്കെ കൊത്തിപ്പെറുക്കി എന്തായാലും വെട്ടി തുറുക്കിയിട്ടൊക്കെ മസാലയൊക്കെ മസാലയൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾ മുളകൊക്കെ ഞാൻ കുപ്പിയും പാട്ടയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. രാവിലെ ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വാട്ടാൻ വേണ്ടി ഗ്യാസിൻ്റെ അവിടേക്ക് കൊണ്ടുപോയതാട്ടോ. കുപ്പിയും പാട്ടയൊക്കെ ഈ മല്ലിപ്പൊടിയുടെ മഞ്ഞപ്പൊടിയുടെ ഒക്കെ പാത്രങ്ങളെ. അപ്പം പിന്നെ അതും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് തന്നെ പോരുകയാണ് ഇനിയിപ്പോൾ ഇപ്പുറത്തേക്ക്. അപ്പം എന്തായാലും അടുപ്പത്താണ് കേട്ടോ ഞാൻ ബീഫ് വെക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ചാൽ നമുക്ക് മുതലാവില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുക്കർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അത് നമുക്ക് എപ്പോഴും പണി തന്നുകൊണ്ടേ ഇരിക്കുക, അത് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം എന്തായാലും മൺചട്ടിയിൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൺചട്ടിയിൽ വെക്കാം. ഇനി എന്തായാലും മസാല പുരട്ടിയേക്കിട്ട് മഞ്ഞളും മുളകും ഉപ്പൊക്കെ പാകത്തിന് എന്തായാലും ആക്കിയിട്ട് അതെന്തായാലും മസാല പുരട്ടിയേക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ചട്ടിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വടുപ്പുളി നാരങ്ങ. അപ്പൊ അത് കുറച്ച് ഉപ്പൊക്കെ പുരട്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു പൂപ്പൽ പോലെ അതിന്റെ പുളി പിടിച്ചിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് ഈ നാരങ്ങയൊന്നും അങ്ങനെ നമുക്ക് എടുത്ത് വെക്കാനേ പറ്റില്ല. കാരണം സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ നമുക്ക് ഇട്ട് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുളിപ്പ് അതേപോലെ തന്നെ ഈ അലുമിനിയം പാത്രത്തിലൊക്കെ ആണെങ്കിൽ അതിന്റെ പുളിപ്പ് പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എന്താണ് ഞാൻ അമ്മേനോട് ആദ്യമേ പറഞ്ഞിട്ടോ ഈ മൺചട്ടിയിൽ ഇട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൺചട്ടിയിൽ ഇട്ട് വെച്ചിട്ട് എന്താണെന്നറിയോ അത് ചെറിയ പുളിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പൂപ്പല് പോലെ ആയിട്ടുണ്ടായിരുന്നു. കഴുകി വെച്ചത് തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ വെയിലത്തൊന്നും കൊണ്ടുവന്ന് ഉണക്കിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ വെക്കണം. നമ്മളങ്ങനെ കഴുകിയിട്ട് അങ്ങനെ വെള്ളം വാർത്ത് അങ്ങനെ വെക്കണതല്ലേ. അപ്പൊ അത് കൊണ്ടുവന്നപ്പോൾ പൂപ്പലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. ചോറ് വെന്ത് വരുമ്പോഴത്തേന് ഞാൻ എന്തായാലും ഇനി ഇതൊക്കെ ചട്ടിയിലാക്കി വെക്കട്ടെ കേട്ടോ. അപ്പൊ ഇത് ധോനി ബേബി അതാ അവിടെ അവൾക്ക് കാർട്ടൂണൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഇടയ്ക്ക് ഓരോന്നും ചോദിച്ചുകൊണ്ട് വരും. പാപ്പ വേണം അല്ലെങ്കിൽ പപ്പു വേണം എന്നൊക്കെ പറഞ്ഞിട്ടും കൊണ്ട് വരും കേട്ടോ. അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, അതൊക്കെ നല്ലതാണല്ലോ. പിന്നെ ഇട സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ രാവിലെ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടോ. ദോശയാണ് അവള് കഴിക്കുന്നത്. ഇഡ്ഡലി അങ്ങനെ എന്താണെന്നറിയില്ല, കഴിക്കുന്നില്ല കേട്ടോ കുട്ടി. അപ്പൊ അങ്ങനെ എന്തായാലും അവൾക്ക് തക്കാളി ചട്നിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ അവൾക്ക് കുറച്ച് ഒരു ദോശയുടെ പൊട്ടൊക്കെ കഴിച്ചു കേട്ടോ. കുഞ്ഞു ദോശയാക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അവള് ഇന്നലെയൊക്കെ അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു 2 ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞതാണ്, എന്നാലും അങ്ങനെയെങ്കിലും കുഞ്ഞത് അങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഒരു ഇതല്ലേ, ചട്ടിനിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചെറിയ എരിവോട് കൂടിയൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുക്കുമ്പോൾ കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവളേതാ കുറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കഴുകി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി നിർത്തിയ കേട്ടോ. അവൾക്ക് അപ്പൊ ഇന്നലെ കൊണ്ടുപോയി വെച്ചതിന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അത് പാപ്പാന്നും പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴുകി തരാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ചോറ് എന്തോന്നൊക്കെ നോക്കിയിട്ടത് ഇടയ്ക്ക് മസാല പുരട്ടി വെച്ചപ്പോഴേ. അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ ബീഫ് എന്തായാലും കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് ഇതാ ഞാനെല്ലാം ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ വെട്ടലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞതും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് കേട്ടോ. അങ്ങനെ അത് അടുപ്പത്തും വെച്ച് ചോറും വാർത്ത് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു എന്നറിയോ, വേഗം ഒരു അടുപ്പത്ത് ഗ്യാസിൽ കൊണ്ടുവന്നിട്ട് വേഗം ഉള്ളി വാട്ടിയെടുത്തിട്ടോ. ഉള്ളി മസാലകളൊക്കെ വാട്ടിയെടുത്തു. എന്നാൽ പിന്നെ പെട്ടെന്ന് ആവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് സമയം എന്തായാലും സമയം എടുക്കുമല്ലോ. വിറകടുപ്പിലൊക്കെ വെന്ത് കിട്ടുമ്പോഴത്തേന് നല്ല ചൂടുണ്ടാവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ചിലപ്പോൾ സമയത്തിന് ആയില്ലെങ്കിലോ. അപ്പൊ കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു 2-3-5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് വെന്തും കിട്ടും. നല്ല വേവുള്ളതാണല്ലോ ഇറച്ചി. അപ്പൊ എന്തായാലും ഞാൻ ഇതിൽ വെക്കാന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ കൊണ്ടുവന്ന് ആദ്യം ഞാൻ ഉള്ളിയൊക്കെ ഉപ്പിട്ട് വാട്ടി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതൊക്കെ നല്ലോണം വേണം കേട്ടോ എനിക്ക്. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മാക്സിമം ഞാൻ ചിക്കൻ ആണെങ്കിലും അതേപോലെ തന്നെ ബീഫൊക്കെ വെക്കുമ്പോൾ ഞാൻ എന്തായാലും കുറച്ച് അധികം ഇടാറുണ്ട് കേട്ടോ.
അപ്പൊ അങ്ങനെ എന്തായാലും അതൊക്കെ മുപ്പിച്ച് തക്കാളിയൊക്കെ കീറിയിട്ട് ലാസ്റ്റ് പച്ചമുളകും കീറിയിട്ട് അങ്ങനെ കുറച്ചും കൂടി ആവശ്യത്തിന് ഞാനൊക്കെ കുറേശ്ശെ ഇട്ടോ മുളക് ഒക്കെ പിടിക്കാനുള്ളത് മാത്രമേ ഞാൻ അടുപ്പത്ത് വേഗം വെച്ചപ്പോഴേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടെ കുറച്ച് എല്ലാം കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ അതും വന്നിട്ട് പിന്നെ അത് ഗ്യാസിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് ചട്ടി. പിന്നെ ഇതിൽ ഇളക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. 1.5 കിലോ ബീഫല്ലേ, കുറച്ച് ചെറിയ ചട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ ശരി എന്നാ മസാലയൊക്കെ ഉണ്ടാക്കിയതിലേക്ക് അങ്ങോട്ട് തട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഉരുളിപ്പാത്രം അടുപ്പത്തും വെച്ചിട്ട് മൺചട്ടിയിൽ നേരെ അതിലേക്ക് തട്ടുകയാണ് കേട്ടോ. അപ്പൊ മാക്സിമം ഒരു 3/4 വേവായിട്ടുണ്ട് ബീഫ്. അപ്പൊ ഇനിയിപ്പോ മസാലയും കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ ഇട്ടേന്റെയും ഒക്കെ അതൊക്കെ പിടിച്ചു വരുമ്പോ ലാസ്റ്റാണ് കുരുമുളകൊക്കെ ഇടുക കേട്ടോ. ഞാൻ അങ്ങനെ ഗരം മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഇനിയിപ്പോ ഇതൊന്ന് തിളച്ച് വരുമ്പോ ഗരം മസാല ഇടും കേട്ടോ. അതിനുശേഷം ലാസ്റ്റാണ് കുരുമുളക് നമ്മൾ വെന്തൊക്കെ വരുമ്പോൾ കേട്ടോ. പിന്നെ ഈ തേങ്ങയൊക്കെ നമ്മൾ കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ വറുത്തിട്ടൊക്കെ ഇടുമല്ലോ, അത് അങ്ങനെയൊക്കെ ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോ എന്തായാലും തേങ്ങ ഒക്കെ പൊട്ടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുട്ടി മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്നാലും പിന്നെ അമ്മയില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ. ഇനിയിപ്പോ അതൊക്കെ പൂളാൻ നിന്ന് പിന്നെ അത് പൂണ്ട് ഇതാക്കി എല്ലാം നെയ്യിലൊക്കെ വറുത്ത് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് എടുക്കുമ്പോഴത്തേന് സമയം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് എന്തായാലും അമ്മ വരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യം എന്താ, നമ്മൾ കഴിക്കേണ്ട സമയത്തിനാവണ്ടേ നമ്മളിപ്പോ. പിന്നെ ഞാൻ എന്തായാലും നല്ലോണം വിശപ്പ് വന്നപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊരു 2-3 എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ശകലം ചായ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മണ്ടിയും പാച്ചലും ഓടലും കുട്ടിയടുത്തേക്ക് പോക്കും അതേപോലെ അവളെ എവിടെ നോക്കണം. ഞാൻ അതിന് ഫ്രണ്ടിലത്തെ വാതിൽ അടച്ചിട്ടാണ് കേട്ടോ അവളിനെ അവിടെ TV കാണാനൊക്കെ ഇരുത്തുള്ളൂ. കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അവള് പുറത്തേക്ക് വാതിലെങ്ങാനും തുറന്ന് പൂവൊക്കെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ല. സിറ്റോളിലൊക്കെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ അത് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടാ വാതില് താഴത്തെ കുറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവള് തുറക്കും. അപ്പൊ ഞാൻ മേലത്തെ കുറ്റിയിട്ടിട്ട് അവിടെ കസാരയിലോ അല്ലെങ്കിൽ അവള് റൂമിലോ ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ പണി എടുക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വാതിൽ അടച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സമാധാനം ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവളെ ശ്രദ്ധിച്ചോണ്ടേ ഇരിക്കും, അവൾ എന്താ ചെയ്യണേ. ചിലപ്പോൾ നമ്മളെ നേരത്തെ കണ്ടോടത്തായിരിക്കില്ല, ചിലപ്പോൾ അവള് അവിടെ നിന്ന് എണീച്ച് പോയി ചിലപ്പോൾ റൂമിൽ പോയി കളിക്കുന്നുണ്ടാവും, പുറത്തൊക്കെ പുതച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒളിഞ്ഞു പോയി അലമാരയുടെ സൈഡിലൊക്കെ പോയി കളിക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് പേടി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവളെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് പിന്നെ സമയം പോണതേ അറിയില്ല, നമുക്ക് പെട്ടെന്ന് ഒന്നിനും സമയം കിട്ടില്ല. പിന്നെ പാത്രങ്ങളൊക്കെ ഇത്രയും ഇതൊക്കെ നുറുക്കിയേന്റെയും അതേപോലെ തന്നെ നമ്മൾ കഴുകേന്റെയും അതേപോലെ തന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ മോറാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഇതാ അടുപ്പിൻ്റെ അവിടെ വന്നിട്ട് ഇതാ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആള് വന്നിട്ട് ആയോ എന്താ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ TV കാണുക കാർട്ടൂൺ കാണുക എന്നുണ്ടെങ്കിലും ആളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് കുറെ സംസാരിക്കും. അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ അതില്ലേ ഹൽദിയുടെ ഹൈദി ആ കുട്ടിയുടെ കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും അത് കണ്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോൾ അതിലത്തെ ആൾക്കാരുടെ പേരൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ വരും, മുത്തശ്ശ എന്നൊക്കെ വിളിച്ചിട്ട് വരും കേട്ടോ. അതേപോലെ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരികയാണ് അവൾ ആള് കേട്ടോ. എന്നിട്ട് ഞാൻ അവളോട് അതിലത്തെ ഓരോരുത്തരുടെയും പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോന്ന് അതേപോലെ അതിലൊരു നായക്കുട്ടിയുണ്ട്. അപ്പൊ ആ നായക്കുട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ അവളിങ്ങനെ വന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒരു പ്രാവശ്യം ചിലപ്പോൾ നമ്മളെന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ അവൾ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പൊ ഇത്രയും ദിവസം പപ്പടം എന്നൊന്നും പറയാനേ അറിഞ്ഞായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് അവള് പപ്പടം എന്ന് പറയുന്നു കേട്ടോ, നമ്മൾ ആരോ പറഞ്ഞു കൊടുത്ത പോലെ കേട്ടോ. അപ്പൊ അവള് അങ്ങനെ ഇപ്പൊക്കെ അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് അവരുടെ മെമ്മറിയിൽ അവർ അത് പിടിച്ചെടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവർക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി കേട്ടോ. അതുകൊണ്ട് അവളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും അവൾക്ക് മാഷാബീർ വന്നു. അപ്പൊ മാഷാബീർ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ അത് വേണം പറയും, കരടിമാമന്റെ വേണം പറയും കേട്ടോ. അപ്പൊ അതിട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ പരസ്യം വരാനേ നമുക്ക് പരസ്യം വന്നാൽ നമുക്ക് സ്വൈര്യം ഉണ്ടാവില്ല. കാർട്ടൂണ് പറഞ്ഞിട്ട് നമ്മളെ വന്ന് ബുദ്ധിമുട്ടിച്ചോണ്ടേ ഇരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും നമുക്ക് ബീഫൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. അതിനിടയിൽ കൈക്കിലെ തുണി ഉണ്ട്. അതേപോലെ ഞാൻ കൈ തുടയ്ക്കാനൊക്കെ ഒരു ഒരു നല്ലൊരു തുണി അവിടെ കോട്ടൺ തുണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിലത്ത് വീണ് പോയേ. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ കുറച്ച് മല്ലിയിലേക്ക് ഉണ്ടായിരുന്നു, മല്ലിച്ചപ്പ്. അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് അരിഞ്ഞു വെക്കാണ്. അപ്പൊ അതിനിടയ്ക്ക് കറിവേപ്പില പറിക്കാൻ പോക്ക്, പിന്നെ നമുക്ക് പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ വെള്ളം തൂക്കാൻ പോവല്, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് ഓരോരോ തിരക്കായിരിക്കും കേട്ടോ. പിന്നെ അതിനിടയിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഇന്ന് പിന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ, നല്ല കാറ്റൊന്നും ഇല്ല കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ പുറകുവശത്ത് നിൽക്കണ തെങ്ങിന്റെ പച്ച ഓല കേട്ടോ
അങ്ങനെ ഇങ്ങോട്ട് പൊട്ടി വീണിട്ട് ടേന്ന് കേൾക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ഉണ്ട് കേട്ടോ ടാർപ്പായ നമ്മൾ തുണിയൊക്കെ തോർത്തണ ആ ടാർപ്പായ പൊട്ടിയിട്ട് ഇങ്ങോട്ട് ഒരു ഭാഗം ഇങ്ങോട്ട് കയറൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ ചെരിഞ്ഞ് കിടക്കണം കേട്ടോ. തുണികളൊക്കെ കുട്ടിയുടെ കുഞ്ഞുടുപ്പുകളൊക്കെ ഉണ്ട് നിലത്ത് വീണിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, പിന്നെ ആ തുണികളൊക്കെ എടുത്തിട്ട് ഒക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളത്തിൽ ഇട്ട് വെച്ച് പോന്നിരിക്കുകയാണ് കേട്ടോ. ഒന്നും ഒലമ്പിയിട്ടിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഇത് വെട്ടാനൊക്കെ അരിയാനൊക്കെ നിന്നുകൊണ്ട് എനിക്ക് സമയം പോയി കേട്ടോ. വെയിലുള്ള ദിവസം തന്നെയാണ്. ഇപ്പൊ ഇത്രയും ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നാണ് ഇപ്പൊ ഒരു വെയിലും കാര്യങ്ങളും 2 ദിവസമായിട്ട് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇന്നലെയൊക്കെ പുതപ്പും വിരിപ്പുകളും തിരുമ്പലും അങ്ങനെ ഭയങ്കര തിരക്കുകളായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ ആ തിരുമ്പിയിട്ട് തന്നെ ഇന്നലെ അമ്മയായിട്ടാ കുട്ടിയുടെ തുണികളൊക്കെ ഇറക്കിയിട്ടത്. അപ്പൊ അത് രാവിലെ ഉണങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനാണ് ഇപ്പൊ ഇത് കേട്ടോ. ഞാൻ കൊണ്ടുവന്ന് വെക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേനാണ് ഇങ്ങനെ വീണത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അത് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് വേണം നമുക്ക് ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വിരിച്ചിടാൻ കേട്ടോ. ഇത് പിന്നെ അടുപ്പിലല്ലേ വെക്കണത്, എന്തായാലും വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. കൂട്ടുകാരെന്താ മെസ്സേജ് ഒക്കെ കാണാറുണ്ട്, എല്ലാവർക്കും പറ്റുന്ന പോലെയൊക്കെ റീപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കണം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എപ്പോഴും വീഡിയോയുടെ ഫസ്റ്റ് ഒക്കെ ചോദിക്കുന്നതാണ് കേട്ടോ, എല്ലാവർക്കും സുഖമാണോ എന്ന്. ഞാൻ വിട്ടുപോയിട്ടോ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഫ്രീ ആവാന്ന് വിചാരിച്ചിട്ട്, വേറെ ഒന്നും അല്ല കേട്ടോ. കുട്ടി ഇവിടെ ഇല്ല, അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മുടെ ബീഫ് കറിയൊക്കെ ആയിട്ടോ. അങ്ങനെ ചോറൊക്കെ വിളമ്പി വെച്ചു. അതിനിടയ്ക്ക് പാവം അമ്മ അതാ വന്നു കേട്ടോ, ക്ഷീണിച്ചു വന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പപ്പടമൊക്കെ കാച്ചാൻ നിന്നത് കേട്ടോ. അങ്ങനെ ബീഫ് കറിയൊക്കെ ആയി, അതൊക്കെ വിളമ്പിക്കൊണ്ട് വെച്ചു. അങ്ങനെ ഇനി പപ്പടം കാച്ചാണ് കേട്ടോ. പപ്പടം കൂടി കാച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വേറെ സ്പെഷ്യൽ എന്നൊന്നും പറയാനൊന്നുമില്ല. പിന്നെ അച്ചാറുണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അച്ചാറും പപ്പടം കാച്ചിയത് കേട്ടോ. അപ്പൊ പപ്പടം കാച്ചിയതും അങ്ങനെ ബീഫ് കറി, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരും വീഡിയോസൊക്കെ കുഞ്ഞു വീഡിയോസാണ്, ഒരുപാട് നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല. ഒരു 12 മിനിറ്റിന്റെ 10 മിനിറ്റിന്റെ വീഡിയോസൊക്കെയാണ് അധികം ഇടാറ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണാം, സപ്പോർട്ട് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതാ കുഞ്ഞാറ്റി ഞാനും അമ്മയും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുകയാണ്. അപ്പൊ അവളുടെ പാത്രം വേറെ അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ അതിൽ വിളമ്പ് എന്നൊക്കെ പറയുക കേട്ടോ അവള് പാവനോട്. അപ്പൊ അങ്ങനെ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ ഞങ്ങള്. ഇതൊക്കെയാണ് നമ്മുടെ ഞായറാഴ്ച വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ എന്തായാലും ഇനി നല്ല കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് നമ്മളിപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ട് പുതിയ നമ്മുടെ കൂട്ടുകാരൊക്കെ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റ അതാ കാർട്ടൂണും കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനങ്ങനെ ഭക്ഷണം കഴിച്ചൊക്കെ കഴിയാനായി. അപ്പൊ അടുത്ത വീഡിയോയിൽ